സംസ്ഥാനത്ത് ഡീസൽ വാഹനങ്ങളെ പിന്തള്ളി ഇലക്ട്രിക് വാഹനങ്ങളുടെ കുതിപ്പ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഈ വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഇരട്ടിയിലേറെ വർധനമാണ് ഉണ്ടായത്. നിലവിൽ പെട്രോൾ വാഹനങ്ങൾക്കാണ് വിപണിയിൽ ഇപ്പോഴും ആധിപത്യം. ഈ ആധിപത്യത്തിന് അടുത്തൊന്നും കാര്യമായ ഇടിവുണ്ടായേക്കില്ല എന്നാണ് സൂചനകൾ. 2023 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം CNG വാഹനങ്ങളുടെ വിപണിയിൽ ഇടിവുണ്ടായി. എഥനോൾ കലർന്ന വാഹനം ഉപയോഗിക്കുന്ന 9 വാഹനങ്ങൾ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു. 2022 വരെ പെട്രോളിന് പിന്നിൽ ഡീസൽ വാഹനങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിരുന്നത്. 55,990 ഡീസൽ വാഹനങ്ങൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തപ്പോൾ 39,690 ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ വർഷം 56,861 ഡീസൽ വാഹനങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ 86,888 ഈ വാഹനങ്ങളാണ് നിരത്തിലെത്തിയത്. ഈ വർഷാവസാനത്തോടെ 1 ലക്ഷത്തിൽ കൂടുതൽ ഈ വാഹനങ്ങൾ വിൽക്കപ്പെടുമെന്നാണ് വിപണിയിലെ ട്രെൻഡ് നൽകുന്ന സൂചന. പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ പെട്രോൾ പമ്പുകൾ വഴി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും 20% എഥനോൾ ചേർത്ത പെട്രോൾ എത്തിക്കുക എന്ന ലക്ഷ്യം രാജ്യം ഏപ്രിൽ 1 സ്വന്തമാക്കിയിരുന്നു. അന്ന് 15 നഗരങ്ങളിലായിരുന്നു വിതരണം ഉണ്ടായിരുന്നത്. 2030 രാജ്യമാകെ ഈ 20 എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് ആദ്യം ലക്ഷ്യമിട്ടതെങ്കിലും പിന്നീടത് 2025 ഏപ്രിൽ 1 നിശ്ചയിക്കുകയായിരുന്നു. എഥനോൾ വാഹനങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങളും ഇപ്പോൾ നടന്നുവരികയാണ്.